പ്രിയരെ, അസുഖങ്ങളും അപകടങ്ങളും മൂലം ആയിരക്കണക്കിന് ആളുകൾ അനുദിനം മരിക്കുന്നു. അതിന്റെ എത്രയോ മടങ്ങ് പേർക്ക് ഗൗരവമായ പരിക്കുകൾ സംഭവിക്കുന്നു. ശരിയായ പ്രഥമ ശുശ്രൂഷ ലഭിച്ചിരുന്നെങ്കിൽ ഇതിൽ വലിയൊരു ഭാഗം തടയുവാനോ തീവ്രത കുറയ്ക്കുവാനോ സാധിക്കുമായിരുന്നു. ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കാണുന്ന ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് സ്ഥല സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതെന്നും രോഗിയുടെ പ്രതികരണശേഷി നോക്കേണ്ടതെന്നും എങ്ങനെയാണ് കൂടുതൽ ആളുകളെ സഹായത്തിനായി വിളിക്കേണ്ടതെന്നും കഴിഞ്ഞ വീഡിയോകളിൽ വളരെ നന്നായി വിശദീകരിച്ചിരുന്നു. അവ കാണാത്തവർ തീർച്ചയായും അവ കാണണം. IMAയുടെ യൂട്യൂബ് ചാനലിൽ അവയെല്ലാം ലഭ്യമാണ്. അപകടത്തിൽപ്പെട്ടവർ യാതൊരു പ്രതികരണമില്ലാതെ കിടക്കുന്നെങ്കിൽ, ശ്വാസോച്ഛ്വാസം ഇല്ല എങ്കിൽ ഇത് ചിലപ്പോൾ താൽക്കാലിക ഹൃദയസ്തംഭനമായിരിക്കാം. ആ അവസരത്തിൽ എത്രയും വേഗം ജീവൻ രക്ഷാപ്രവർത്തനം നാം തുടങ്ങേണ്ടതാകുന്നു. നമുക്കെല്ലാവർക്കും എവിടെ വെച്ചും ചെയ്യാവുന്ന ജീവൻ രക്ഷാപ്രവർത്തനം നെഞ്ച് അമർത്തുക എന്നാണ്. അത് ചിലപ്പോൾ ഹൃദയസ്തംഭനത്തിൽ നിന്നും രോഗിയെ വെളിയിലേക്ക് കൊണ്ടുവരാൻ പ്രയോജനകരമായി ഭവിക്കാം. ഹൃദയത്തിലെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾക്ക് സംഭവിക്കുന്ന സാരമായ കേടുപാടുകൾ മൂലമാണ് ഹൃദയസ്തംഭനം സംഭവിക്കുന്നത്. ഈ അവസരത്തിൽ ഹൃദയത്തിൽ രക്തമുണ്ട്, രക്തത്തിൽ ഓക്സിജനുണ്ട്, പമ്പിംഗ് ആണ് ഇല്ലാത്തത്. നെഞ്ചിൽ മർദ്ദം പ്രയോഗിക്കുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗം ഹൃദയത്തിലെത്തും. ഇതുവഴി പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് അത്യാവശ്യം വേണ്ട രക്തമെത്തും. ഇതിനുവേണ്ടി സാധാരണക്കാർക്കായി ഇന്ത്യൻ റെസിസിറ്റേഷൻ കൗൺസിൽ ഫെഡറേഷൻ തയ്യാറാക്കിയ മാർഗരേഖയാണ് നെഞ്ചമർത്തൽ മാത്രമായ ജീവൻ രക്ഷാപ്രവർത്തനം അഥവാ കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട്. അത്ര കാര്യക്ഷമമായി നെഞ്ചമർത്തൽ നടത്തുന്നതിനെ ആശ്രയിച്ചിരിക്കും രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത. ഒരു ഉറച്ച പ്രതലത്തിൽ രോഗിയെ കിടത്തി വേണം നമ്മൾ നെഞ്ചമർത്തൽ പ്രക്രിയ ആരംഭിക്കാൻ. നിലത്ത് വീണ് കിടക്കുന്ന രോഗിയാണെങ്കിൽ രോഗിയുടെ ഒരു വശത്ത് മുട്ടുകുത്തി നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നെഞ്ചമർത്തൽ പ്രക്രിയ ചെയ്യാം. ഇനി കട്ടിൽ കിടക്കുന്ന രോഗിയാണെങ്കിൽ രോഗിയുടെ വശത്ത് നിന്ന് വേണം അത് ചെയ്യാൻ. ഇത്തരം സമയങ്ങളിൽ ഒരു ഹാർഡ് ബോർഡ് ഉപയോഗിക്കുന്നത് അതിൽ രോഗിയെ കിടത്തിക്കൊണ്ട് നെഞ്ചമർത്തൽ ചെയ്യുന്ന ഒന്നുകൂടെ കാര്യക്ഷമമായ നെഞ്ചമർത്തൽ സാധ്യമാക്കും. ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന്റെ അരക്കെട്ട് രോഗിയുടെ നെഞ്ചിനേക്കാളും ഉയർന്ന തലത്തിലായിരിക്കണം. കൈകൾ നിവർത്തി പിടിച്ചു വേണം നെഞ്ചമർത്തൽ പ്രക്രിയ ആരംഭിക്കാൻ. ഇതിൽ സമ്മർദ്ദം വരേണ്ടത് ചുമലിൽ നിന്നായിരിക്കണം. കൈമുട്ടുകൾ മടങ്ങാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ 1 2 3 4 5 6 7 8 9 10. മാറലിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തിന് 2 വിരലുകൾ മുകളിലാണ് നെഞ്ചമർത്തൽ നൽകേണ്ടത്. ഇതിനായി വസ്ത്രങ്ങൾ മാറ്റേണ്ടതില്ല. ഏറ്റവും താഴ്ന്ന ഭാഗത്ത് ഒരു വിരൽ വെക്കുക. അതിൻ്റെയും മുകളിലായി മറ്റേ കൈയിന്റെ ഉപ്പൂറ്റി വെക്കുക. ആദ്യത്തെ കൈ അതിൻ്റെ മുകളിൽ വിരലുകൾ പിണച്ചു വെക്കുക. ഈ സ്ഥലത്താണ് താഴോട്ട് മർദ്ദം പ്രയോഗിക്കേണ്ടത്. 1 2 3 4 5 6 30 വരെയും നമ്മൾ ഉച്ചത്തിൽ എണ്ണി വേണം ഈ നെഞ്ചമർത്തൽ പ്രക്രിയ ചെയ്യാൻ. അതുപോലെ രണ്ടാം ആവർത്തി 1 മുതൽ 30 വരെ, മൂന്നാം ആവർത്തി അതേപോലെ തന്നെ 1 മുതൽ 30 വരെയും ഉച്ചത്തിൽ എണ്ണിക്കൊണ്ട് വേണം ഈ നെഞ്ചമർത്തൽ പ്രക്രിയ ചെയ്യാൻ. അതുപോലെ 5 ആവർത്തി നമ്മൾ ചെയ്യണം. അതായത് 30 × 5 150 നെഞ്ചമർത്തൽ നമ്മൾ തുടർച്ചയായി നൽകണം. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉച്ചത്തിൽ എണ്ണി ചെയ്യുന്നത് ഒരു ശരിയായ ഒരു താളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കാനെത്തിയാൽ അവർക്ക് എപ്പോൾ ഇടപെടണം എന്ന് മനസ്സിലാക്കാൻ ഇത് അവരെ സഹായിക്കും. ഇങ്ങനെ നെഞ്ചമർത്തുമ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളിൽ 5 സെന്റിമീറ്ററാണ് നെഞ്ച് താഴേണ്ടത്. ഏകദേശം 2 ഇഞ്ചോളം വരും. 6 സെന്റിമീറ്റർ കൂടുതൽ താഴാനും പാടില്ല. കൂടുതൽ മർദ്ദം പ്രയോഗിച്ചാൽ വാരിയെല്ലുകൾ പൊട്ടുന്നതിനും അതിന്റെ ഭാഗമായിട്ട് നെഞ്ചിനകത്ത് വായു കെട്ടിക്കിടക്കുവാനും ഇത് ശ്വാസതടസ്സത്തിനും കാരണമാകും. ഇത് ഒഴിവാക്കണം. പ്രായപൂർത്തിയായ ഒരാളുടെ സാധാരണ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 72 പ്രാവശ്യം എന്ന തോതിലാണല്ലോ. ഹൃദയസ്തംഭനത്തിൽ ഇതിലും കുറച്ചു കൂടിയ തോതിലാണ് നെഞ്ചമർത്തൽ നൽകേണ്ടത്. 1 മിനിറ്റിൽ 120 പ്രാവശ്യം എന്ന തോതിൽ, അതായത് 30 നെഞ്ചമർത്തലിന് ഏകദേശം 15 സെക്കൻഡ്, അഥവാ ഓരോ സെക്കൻഡിലും 2 നെഞ്ചമർത്തൽ എന്ന തോതിൽ
30x5 നെഞ്ചമർത്തലിന് ഏകദേശം 1.5 മിനിറ്റാണ് എടുക്കേണ്ടത്. ഓരോ നെഞ്ചമർത്തൽ കഴിയുമ്പോഴും നെഞ്ച് പൂർവ്വസ്ഥിതിയിലാകാൻ സമയം കൊടുക്കണം. ഇതിനെ റിക്കോൾ എന്നു പറയും. ഈ സമയത്ത് കൂടുതൽ രക്തം ഹൃദയത്തിൽ എത്തും. കുറച്ച് വായു ശ്വാസകോശത്തിൽ പ്രവേശിക്കാനും ഇത് സഹായിക്കും. അങ്ങനെ രക്തത്തിലെ ഓക്സിജന്റെ ലഭ്യത വർദ്ധിപ്പിക്കും. ഒരിക്കൽ നെഞ്ചമർത്തൽ ആരംഭിച്ചാൽ ഇത് തടസ്സം കൂടാതെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന് ഭംഗം വന്നാൽ ഹൃദയത്തിൽ നിന്ന് പമ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ഇത് തലച്ചോറിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനത്തെ ബാധിക്കും. 30 തവണ വീതമുള്ള നെഞ്ചമർത്തൽ 5 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യണം. ഇതിനുശേഷം രോഗി പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇതിന് 10 സെക്കൻഡ് മാത്രമേ എടുക്കാവൂ. രോഗിയുടെ നെഞ്ചിൽ നിന്ന് കൈ എടുത്തു മാറ്റാതെ തന്നെ നിരീക്ഷിച്ചാൽ മതി. രോഗി പ്രതികരിക്കുന്നില്ലെങ്കിൽ 30-5 എന്ന തോതിൽ വീണ്ടും ഈ നെഞ്ചമർത്തൽ പ്രക്രിയ തുടരണം. രോഗി പ്രതികരിക്കാൻ തുടങ്ങുന്നതുവരെയോ ആരോഗ്യ പ്രവർത്തകരെ ഏൽപ്പിക്കുന്നതുവരെയോ ഇത് തുടരണം. രോഗി പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നീട് നെഞ്ചമർത്തൽ തുടരേണ്ടതില്ല. രോഗിയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മതിയാകും. ആവശ്യമായ വൈദ്യസഹായം എത്തിക്കാനും ശ്രമിക്കണം. മറ്റൊരാൾ സഹായത്തിനുണ്ടെങ്കിൽ ഓരോ 30x5 നെഞ്ചമർത്തലുകൾക്ക് ശേഷം ആൾ മാറി നെഞ്ചമർത്തൽ തുടരേണ്ടതാണ്. 150 പ്രാവശ്യം ഒരാൾ തന്നെ തുടർച്ചയായി ചെയ്യുമ്പോൾ രക്ഷാപ്രവർത്തകൻ ക്ഷീണിച്ചു പോകാനിടയുണ്ട്. അത് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ നെഞ്ചമർത്തലിൻ്റെ ക്വാളിറ്റിയെയും തലച്ചോറിലുള്ള ഓക്സിജൻ്റെ ലഭ്യതയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആൾ മാറി ചെയ്യുന്നതാണ് ഉത്തമം. ഇടത് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ വലത് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നെഞ്ചമർത്തൽ ചെയ്യാവുന്നതാണ്. ആർക്കും എവിടെ വെച്ചും യാതൊരു ഉപകരണങ്ങളും ഇല്ലാതെ 2 കരങ്ങൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് നെഞ്ചമർത്തൽ മാത്രമായ ജീവൻ രക്ഷാപ്രവർത്തനം. ഹൃദയസ്തംഭനത്തിൽ ആദ്യത്തെ കുറച്ച് സമയം, അതായത് 8-10 മിനിറ്റുകൾ ജീവൻ നിലനിർത്താൻ ഇത് ശരിയായി ചെയ്യുന്നത് വഴി സാധിക്കും. നെഞ്ചമർത്തലിനൊപ്പം കൃത്രിമ ശ്വാസോച്ഛ്വാസവും ആവശ്യമായി വന്നേക്കാം. ചിലപ്പോൾ പ്രത്യേക ഉപകരണം വഴി വൈദ്യുതി പ്രവേശിപ്പിച്ച് ഹൃദയത്തെ പ്രവർത്തിപ്പിക്കേണ്ടതായും വന്നേക്കാം. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്നതിനും AED ഉപയോഗിക്കുന്നതിനും പ്രത്യേകം പരിശീലനം ആവശ്യമാണ്. എവരി സിറ്റിസൺ എ ലൈഫ് സേവർ, ഓരോ പൗരനും ഒരു ജീവരക്ഷാ പ്രവർത്തകൻ. ഈ ഉദ്ദേശത്തോടെ സാധാരണ ജനങ്ങൾക്കായി IRCF, അതായത് ഇന്ത്യൻ റിസസിറ്റേഷൻ കൗൺസിൽ ഫെഡറേഷൻ തയ്യാറാക്കിയ മാർഗരേഖയാണ് കോൾസ് അഥവാ കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ISIയെ പോലുള്ള ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തീഷിയോളജിയെ പോലുള്ള സഹോദര സംഘടനകളും ശ്രമിച്ചു വരുന്നു. സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവരുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭരണകൂടത്തിൻ്റെയും സഹകരണമുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാം. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. ഇതിനായി IMA തയ്യാറാക്കുന്ന പുസ്തകങ്ങളും വീഡിയോകളും കഴിയുന്നത്ര ആളുകളിൽ എത്തിക്കുമല്ലോ. ഓരോ പൗരനും ഒരു ജീവൻ രക്ഷാപ്രവർത്തകൻ. പരിശ്രമിക്കാം നമുക്കൊന്നായി. പ്രായപൂർത്തിയായ ഒരാളിൽ നെഞ്ചമർത്തൽ മാത്രമായ ജീവരക്ഷാ പ്രവർത്തനം അഥവാ കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട് അഥവാ കോൾസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിച്ചത്. ശിശുക്കളിലും കുട്ടികളിലും ഗർഭിണികളിലും ഇത് ചെയ്യേണ്ട രീതിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അവ നമുക്ക് അടുത്ത വീഡിയോകളിൽ വിശദീകരിക്കാം.